പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് തന്നെ എങ്ങോട്ടാ പോണേന്നായിരിക്കും എല്ലാവരും ചിന്ത. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. അതിരപ്പള്ളി, വാഴച്ചാല്, മലക്കപ്പാറ ആ ഒരു റൂട്ടിലൂടെ ഈ ഒരു നേരത്തുള്ളൊരു യാത്ര, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇപ്പം എൻ്റെ കൂടെ ഗോകുലുണ്ട്. ഇനിയിപ്പോൾ ഓൺ ദ വേ വേറൊരുത്തനെ പിക്ക് ചെയ്യണം. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ കാലത്ത് 6:45 സമയം. അപ്പോൾ ഒരു 7:30 കൂടി നമുക്ക് അവിടെ ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ഓൺ ദ ഗോ ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ശരണഭവനിൽ നിന്ന് ചായ, വട, മസാല ദോശ ഒക്കെ അടിച്ചു. അപ്പോൾ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഴംപൊരിയും ബീഫും ഒരു രക്ഷയില്ലാതെ വന്നിരിക്കും. അപ്പൊ നമ്മള് മൂന്നാമത്തെ പൊക്കി നിൽക്കണ പിന്നില് അവൻ പഴംപൊരിയുടെയും ബീഫിന്റെയും കഥ പറഞ്ഞോണ്ടിരിക്കുന്ന നേരം വിളിച്ചാകുമ്പോ തന്നെ. അപ്പൊ നമ്മളിപ്പോ വെറ്റിലപ്പാറ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് ലാൻഡ് സ്ലൈഡിങ് ഇന്നലെ ഉണ്ടായി ഇവിടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. റോഡിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടികളൊക്കെ പോകും, സുഖമായിട്ട് പോകും. ഇന്നലെ ഇവിടെ ഭയങ്കര സീനായിരുന്നു എന്നുള്ളത് വാട്സാപ്പിലും ഇതിലൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. എന്നാലും വന്ന് നോക്കുക എന്നുള്ളൊരു മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ അതിരപ്പള്ളി ഇറങ്ങുന്നുണ്ടോ നമ്മൾ? ഇല്ലല്ലോ, ഇല്ല, ഇറങ്ങുന്നില്ല. അതിരപ്പള്ളി ഇറങ്ങണില്ല. ജസ്റ്റ് അതിരപ്പള്ളിയുടെ വ്യൂ പോയിന്റിൽ നിന്നിട്ട് ജസ്റ്റ് വെള്ളച്ചാട്ടം ഒന്ന് കണ്ട് അങ്ങനെ നേരെ വിടാം എന്നുള്ളതാണ് പ്ലാൻ. നമ്മള് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും അതിൻ്റെ ആയിരിക്കും. നല്ല കലങ്ങിയിട്ടുള്ള വെള്ളമാണ് വരുന്നത്. ഇപ്പോൾ കാണാൻ പറ്റണമെന്ന് അറിയില്ല നമുക്ക്. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് പിള്ളേർ വയ്ക്കണു. ഞങ്ങളിനി ഇവിടുന്ന് നേരെ വാൽപ്പാറയാണ് വിട്ടടിച്ച് പോകാൻ പോണ. വാൽപ്പാറ പോയി നമ്മൾ അപ്പോൾ വാൽപ്പാറ പോയിട്ട് ബാക്കി നമ്മൾ ഓൺ ദ ഗോ നമ്മളിങ്ങനെ സീനറീസും വിഷ്വൽസൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. ഉള്ളിൽ എവിടെ നിർത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് സീനറീസ് നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാമെന്നുണ്ട്. ചാർപ്പ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിൽ എല്ലാ സമയത്തും വരുന്ന സമയത്ത് നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എസ്പെഷ്യലി നമ്മൾ റെയിനി സീസണിൽ വന്നാൽ മാത്രമേ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. കണ്ടില്ല, അടിപൊളിയാണ്. വാഴച്ചാല് ചെക്ക് പോസ്റ്റിലാണ്. ഇവിടുന്ന് പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് യാത്ര അന്വേഷിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ വരുന്ന സമയത്ത് അവർ ചോദിക്കും നമ്മുടെ അടുത്ത് ഇന്ന് തന്നെ തിരിച്ചു വരുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാൻ മൂന്നാർ കൂടി തിരിച്ചു വരാനുള്ളതായതുകൊണ്ട് നമ്മൾ ഇന്ന് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2.5 മണിക്കൂർ എന്തോ സമയം അവർ തന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ചെക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് ഓർത്തക്കോ അങ്ങനെ എടുത്തുകൊടുത്തിരിക്കാം.
അപ്പോൾ നമ്മളിവിടെ ഷോളയാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ് നമുക്ക് കാണാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ഷോളയാർ, കേരളത്തിൽ നിൽക്കുന്ന ലോവർ ഷോളയാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ ഒരു വ്യൂ പോയിൻ്റാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ താഴെ എന്തൊക്കെയോ അനക്കങ്ങളൊക്കെ കാണാനുണ്ട്. പ്രോബബ്ലി കുരങ്ങന്മാരോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ആനയാവാൻ ചാൻസ് ഇല്ല, കാരണം നല്ല വെയിലുണ്ട് ഇപ്പോൾ. പിന്നെ ഇതിൻ്റെ ഈ ഡാമിലേക്ക് നമുക്കിപ്പോൾ എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമുക്ക് അപ്പർ ഷോളയാർ ഡാമിൽ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഡാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടായിരിക്കും അടുത്ത വീഡിയോ എടുക്കുക. അപ്പോൾ ഈ വ്യൂ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഷോളയാർ പവർ ഹൗസിൻ്റെ കാഴ്ച കാണാനുള്ള ഒരു വ്യൂ പോയിൻ്റാണത്. നമ്മൾ മലക്കപ്പാറ റൂട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഷോളയാർ പവർ ഹൗസിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഇങ്ങനെ കാണാൻ പറ്റും. താഴെ കാണുന്നതാണ് പവർ ഹൗസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. ഇവിടെ അതിൻ്റെ ചെറിയൊരു വാൽവ് എന്തൊരു സെറ്റപ്പൊക്കെ ഉണ്ട്, എന്താണെന്നൊക്കെ കറക്റ്റ് അറിയില്ല. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുവുണ്ട് കേട്ടോ, കാലത്ത് തന്നെ വന്നുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടുള്ള യാത്രയാണ് നമ്മൾ ഇത്ര നേരമായിട്ട് ഉണ്ടാകുന്നത്. ഈ സമയത്തിൻ്റെ തോന്നുന്നുണ്ട് ഒരുപാട് നൂൽപ്പുഴുകൾ ഇങ്ങനെ ചൊറിയാമ്പുഴു മാതിരിയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഞാൻ റോട്ടിലൊക്കെ ഇങ്ങനെ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ റൈഡ് വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം, മേത്ത് പിടിച്ച് സീനാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് യാത്ര വീണ്ടും പോവുകയാണ്. നമുക്ക് 2 മണിക്കൂറിനുള്ള അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അധികം തട്ടിക്കളിച്ച് നിൽക്കുന്നില്ല. മലക്കപ്പാറ ടൗണിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. മലക്കപ്പാറ ടൗണിൽ വന്നു. ഇവിടെ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ എതിർകൃഷ്ണ ഇവിടെ നിന്ന് ഒരു ചായയും എന്താ പറയുക അപ്പം മുട്ടക്കറിയും. ക്രിസ്റ്റോണ് കഴിച്ചത് അപ്പം മുട്ടക്കറിയൊക്കെ. അപ്പോൾ സംഭവം കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇനി ഇവിടെ നല്ല ചൂടാണ് ഇപ്പോൾ. അത്യാവശ്യം നല്ലൊരു ടെമ്പറേച്ചർ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഒരു ടെമ്പറേച്ചറാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബസ്സാണിത്. ഈ ബസ് കാലത്ത് 7 മണിയാകുമ്പോൾ അവിടെ നിന്ന് പോരുന്നതാണ്. ഇപ്പോൾ ഇവിടെ എത്തും. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് ജിബിൻ. അപ്പോൾ ഞങ്ങളിനി അടുത്ത ഇവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാൽപ്പാറയാണ്. വാൽപ്പാറയിൽ നിന്ന് മൂന്നാർ വഴി തൃശ്ശൂർ തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഷോളയാർ ഡാമിൻ്റെ മുകളിലാണ്. ഇതാണ് തമിഴ്നാട്ടിലുള്ള അപ്പർ ഷോളയാർ ഡാം. ഇവിടുന്ന് വെള്ളം വിടുമ്പോഴാണ് നമ്മുടെ ലോവർ ഷോളയാർ നിറഞ്ഞ് അവിടുന്ന് പെരിങ്ങൽകുത്ത് ദെൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അവിടേക്ക് വെള്ളം എത്തുന്നത്. അപ്പോൾ നല്ല വെയിലാട്ടോ അവിടെ, രക്ഷയില്ലാത്ത വെയിലാണ്. പക്ഷേ കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് നമുക്ക്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 11 മണിയായിട്ട് സമയം. അപ്പോൾ ഈ 11 മണിക്ക് ഇനി നമ്മളിവിടുന്ന് അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ വാൽപ്പാറ, മൂന്നാർ, അങ്ങനെയാണ് നമ്മുടെ പരിപാടി. ഇവിടെ വന്നപ്പോൾ രസകരമായിട്ടുള്ള കാഴ്ചയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ടൂറിസ്റ്റിനല്ല എക്സാക്ട്ലി, ഇവരിത് മീൻ പിടിക്കാനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഈ മീനും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്പുറം വെച്ച് വിൽക്കുന്നതുണ്ട്. നല്ല അടിപൊളി മീനാട്ടോ, രക്ഷയില്ല. നാട്ടിലാണെങ്കിൽ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. ഇതിപ്പോൾ നാട്ടിലെത്തുമ്പോഴേക്കും ചെയ്യും മിക്കവാറും. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. ഓയ് കാലത്ത് തന്നെ കയറി വന്നത് രണ്ടും തളർന്നൊരു മൂലയ്ക്ക് ഇരിപ്പായി.
അപ്പോൾ നമ്മളിവിടെ വെറുതെ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒന്ന് നിർത്തിയതാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേഘങ്ങളിങ്ങനെ പീസായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര അട്രാക്റ്റീവാണ്. ഞങ്ങളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടി നിന്ന്. പിന്നെ ഡാമിൻ്റെ ഒരു കാഷ്മെൻ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. അത് നല്ല ആ മേഘത്തിൻ്റെ ആകാശത്തിൻ്റെ ബ്ലൂ കളർ അടിയിലേക്ക് അടിച്ചിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലൂ കളർ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മളിവിടെ കുറച്ച് നേരം നിർത്തി. പക്ഷെ അധികം നേരം നിൽക്കാനും പറ്റില്ല, ഭയങ്കര വെയിലുമാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു, നമ്മൾ യാത്ര തിരിക്കാൻ പോവാണ്. കമോൺ. ഷോളയാർ ഡാമിൻ്റെ ഒരു മുകളിൽ കുറച്ച് മണി കയറി ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വന്നപ്പോൾ വാൽപ്പാറ എത്തിയിട്ടില്ല, വാൽപ്പാറ ഇങ്ങനെ ദൂരമുണ്ട്. കയറി വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു വ്യൂ പോയിൻ്റ് ആട്ടോ അത്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കണം എനിക്ക് തോന്നി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ ഇതിനെ നിങ്ങളെല്ലാവരെയും കാണിക്കാം എന്ന് വിചാരിച്ച് നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വാൽപ്പാറയിലെത്തി. വാൽപ്പാറ നമ്മൾ ഇറങ്ങുന്നില്ല, നമ്മൾ സമയമില്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് വേർഷൻ നമ്മൾ വീണ്ടും ഇറക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.